കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. കോൺഗ്രസ് 40 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. മുൻ മുഖ്യമന്ത്രിമാർ സ്ഥാനാർത്ഥികളായേക്കില്ല. രാജസ്ഥാനിൽ കോൺഗ്രസ് CPIM സീറ്റ് വിഭജനം പൂർത്തിയായി. നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ആകാംക്ഷകൾ എന്തൊക്കെയാണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും? ഹാഷ്മി, ഇന്ന് വൈകിട്ടോടു തന്നെ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകും. ഇതിൽ മുൻ മുഖ്യമന്ത്രിമാർ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പകരം കമൽനാഥിനും അശോക് ഗെഹ്ലോട്ട് എന്നിവർ മത്സരിക്കില്ല. അതേസമയം തന്നെ കമൽനാഥിന്റെ മകൻ നകുൽനാഥ് ചിന്ദ്വാര മണ്ഡലത്തിൽ മത്സരിക്കും. അശോക് ഗെഹ്ലോട്ടിന്റെ മകൻ വൈഭവ് ഗെഹ്ലോട്ട് രാജസ്ഥാനിലെ ജലോറ മണ്ഡലത്തിൽ മത്സരിക്കും. ചിന്ദ്വാര മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നകുൽനാഥ് തന്നെയായിരുന്നു വിജയിച്ചത്. എന്തായാലും മുതിർന്ന നേതാക്കളായ ദിഗ്വിജയ് സിംഗ്, അതോടൊപ്പം ഹരീഷ് റാവത്ത്, സച്ചിൻ പൈലറ്റ് എന്നിവർക്കും ഇത്തവണ ടിക്കറ്റ് ഉണ്ടാകില്ല. നേരത്തെ ഹൈക്കമാൻഡ് തീരുമാനം മുൻ മുഖ്യമന്ത്രിമാരും മുതിർന്ന നേതാക്കളും മത്സരിക്കട്ടെ എന്നാണ്. പക്ഷെ പിന്നീടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം ഇത്തരത്തിൽ മുതിർന്ന നേതാക്കൾ മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. എന്തായാലും വൈകിട്ടോട് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെ 62 സീറ്റുകളിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ചർച്ച നടന്നത്. അതിൽ നിന്ന് 40 സീറ്റുകളിൽ പ്രഖ്യാപിക്കും. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഡൽഹി, ഹരിയാന, ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ 40 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാകും പ്രഖ്യാപിക്കുക. അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സസ്പെൻസ് സ്ഥാനാർത്ഥി പട്ടികയും ഇന്ന് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് 100-ലധികം സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. അതേസമയം തന്നെ രാജസ്ഥാനിലെ ഇന്ത്യ സഖ്യം ഇപ്പോൾ കൂടുതൽ വിപുലമായിരിക്കുകയാണ്. കോൺഗ്രസിനൊപ്പം ഇപ്പോൾ CPIM ഒരു സീറ്റിൽ മത്സരിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഭാരതീയ ആദിവാസി പാർട്ടി കൂടാതെ ഹനുമാൻ ബലിവാളിന്റെ പാർട്ടിയും ഇത്തരത്തിൽ ഓരോ സീറ്റും മത്സരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ലോക് താന്ത്രിക് പാർട്ടി നേരത്തെ NDA സഖ്യത്തിന്റെ ഭാഗമായിരുന്നു. അതിനുശേഷം സീറ്റ് നിഷേധിച്ച ഘട്ടത്തിലായിരുന്നു പിന്നീട് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായത്. എന്തായാലും ബർമർ സീറ്റ് ആയിരിക്കും ഒരുപക്ഷെ രാജസ്ഥാനിൽ ലോക് താന്ത്രിക് പാർട്ടിക്ക് നൽകാൻ സാധ്യത. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ്. 25 ലോക്സഭാ സീറ്റിൽ ഏതാണ്ട് ഓരോ വീതം സീറ്റിലും CPIM-ഉം ലോക് താന്ത്രിക് പാർട്ടിയും കൂടാതെ ഭാരത് ആദിവാസി പാർട്ടി മത്സരിക്കുന്നു പറയുമ്പോൾ ഏതാണ്ട് 22 സീറ്റിലും കോൺഗ്രസ് മത്സരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കടക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും ഒക്കെ. എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനമൊക്കെ ഉണ്ടാകും. അപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ സജീവമായി, പ്രചരണ രംഗമൊക്കെ സജീവമായി, 101% ഇലക്ഷൻ വൈബിലേക്ക് രാജ്യം കടക്കുകയാണെന്നുള്ളതാണ്.